അങ്ങനെ മൂകാംബിക ദർശനമെല്ലാം കഴിഞ്ഞ് കുടജാദ്രിയിലേക്കൊരു പ്ലാൻ. ഒരിക്കലും മൂകാംബിക വന്നവരാരും കുടജാദ്രി മിസ്സാക്കാറില്ല. അങ്ങനെ ജീപ്പ് ഞങ്ങൾ ഹയർ ചെയ്തു. 8 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. പെർ ഹെഡ് 450. പോക്കറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ടാറിട്ട റോഡെല്ലാം കഴിഞ്ഞ് ഓഫ് റോഡിങ്ങിലേക്കുള്ള കയറ്റമാണ് മക്കളെ ഈ കാണുന്നത്. ഓഫ് റോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ഓഫ് റോഡിങ് തന്നെയായിരുന്നു. ഈ ജീപ്പ് ആയതുകൊണ്ട് മാത്രം നമുക്കവിടെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റി. അല്ലാതെ വേറൊരു വണ്ടിക്കും ഇവിടെ കയറാൻ പറ്റില്ല. കാരണം അതിന് പെർമിഷൻ കൊടുക്കില്ല. അവരുടെ ആൾക്കാർ മാത്രമാണ് ഇവിടെ ടൂറിസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഞങ്ങൾ കയറി മുകളിലെത്തിയപ്പോൾ തന്നെ നടു 2 പീസായി എന്ന് വേണമെങ്കിൽ ലിറ്ററലി പറയാം. ആ ഒരവസ്ഥ തന്നെയായിരുന്നു. അത്ര ചാട്ടമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തതാണിത്. കാരണം ഇത് വീഡിയോ മിസ്സാക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ ഇതുപോലുള്ള നല്ല ഗ്രാസ് ലാൻഡ് കാണാൻ പറ്റി. രക്ഷയില്ല. 2 സൈഡും നല്ല ഗ്രാസ് ലാൻഡാണ്. ഗ്രാസ് ലാൻഡിൻ്റെ ഇടയിലൂടെ കുറച്ച് ഫോറസ്റ്റ് പാച്ച് നിങ്ങൾക്ക് കാണാം. അതിനെ നമ്മൾ ഷോല എന്നൊക്കെ പറയും. ഇടക്കാടുകളാണ് ശരിക്കും പറഞ്ഞാൽ. 2 മലകൾക്കിടയിലൂടെയുള്ള കാടുകൾ. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങി. താഴെ ഒരു ചെറിയ അമ്പലം പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് മേലോട്ട് ഞങ്ങൾ കയറി. ഒരു മോർണിംഗ് 10 മണിയോടുകൂടിയാണ് ഞങ്ങളവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് വൈബൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റി. എന്നിരുന്നാലും ഉഗ്രം ചൂടായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല രീതിയിൽ ചൂടായിരുന്നു, കരിഞ്ഞു പോകുന്ന രീതിയിൽ. ആ കോട കിട്ടാൻ വേണ്ടിയിട്ട് പലയിടത്തും ഞങ്ങൾ അലഞ്ഞു. 10 മണിയായിട്ട് കൂടി ഇതാണ് അവസ്ഥ. അങ്ങനെ ഞങ്ങളവിടെ കയറി അത്യാവശ്യം ഫോട്ടോസൊക്കെ പിടിക്കാൻ പറ്റിയതൊക്കെ പിടിച്ചു. എന്നിട്ട് ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ഇറങ്ങുന്ന നേരത്തുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഇറങ്ങാൻ സമയത്തായപ്പോൾ, ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് കയറുന്നുണ്ടായിരുന്നു. അപ്പം കയറുന്നവർ ഞങ്ങളോട് ചോദിക്കും ഇനി എത്ര ദൂരം ഉണ്ടെന്നൊക്കെ. അപ്പം ഞങ്ങൾ അവരുടെ സ്പിരിറ്റ് കളയണ്ടെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 വളവും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടജാദ്രിയായി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെയും നമ്മൾ സ്പിരിറ്റ് കയറ്റിയാണ് വിട്ടത്. പിന്നെ അതെന്തായെന്ന് അറിഞ്ഞില്ല. പക്ഷെ എന്നിരുന്നാലും 2 വളവൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ട്. ഒരു 1.5 മണിക്കൂർ ട്രക്ക് തന്നെയുണ്ട്. പക്ഷെ എത്തിപ്പെട്ടാൽ അടിപൊളിയാട്ടോ. കുറച്ച് നേരം നമുക്ക് അവിടെ ഇരിക്കാം, ഈ കോടയൊക്കെ കണ്ട്. കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. പലരും അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്ന കണ്ടു. പക്ഷെ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. നമുക്ക് തോന്നും ആ സ്പോട്ടിൽ നിന്ന് നല്ല ഫോട്ടോ കിട്ടും എന്നൊക്കെ. പക്ഷേ കുറച്ച് കൈവിട്ട കളിയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണം അവിടെയൊക്കെ പോകാനൊക്കെ. എന്തായാലും പലരും പോയ സ്ഥലം തന്നെയാണ്. എന്നിരുന്നാലും എപ്പോഴും പോയാലും ഒരു രസം തന്നെയാണ് അവിടുത്തെ ഒരു വൈബെല്ലാം.